ഇപ്പോൾ തൈറോയിഡിൻ്റെ ചികിത്സയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഏത് രോഗി ചെന്നാലും തൈറോയിഡിൻ്റെ പ്രശ്നമാണ്, തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് മരുന്ന് കഴിപ്പിക്കുന്നുണ്ട് എല്ലാവരും. മിക്കവാറും അലോപ്പതി മരുന്നിന് പോകുന്നവർക്കറിയാം. ഇത് വളരെ ചെറിയ ഒരു എക്സർസൈസ്, 2 ആസനങ്ങൾ കൊണ്ട് ആർക്കും മാറ്റാവുന്ന. ഓർത്തിരിക്കണം, എൻ്റെ ഒരു പേഷ്യൻ്റ് അസുഖം മാറി നോർമലായി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത് അങ്ങനെ വരാൻ വഴിയില്ല, തൈറോയ്ഡ് അങ്ങനെ മാറില്ലെന്നാണ്. ഒരിക്കലും തൈറോയ്ഡ് മാറില്ല, നോർമലാവില്ല എന്നാണ് ഡോക്ടർ നമ്മുടെ കക്ഷിയോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ധാരാളം പേര് ഈ ആസനങ്ങൾ ചെയ്ത് അവരുടെ സുഖാവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ രോഗിയാണ് എന്ന ഭയത്തിൽ നിന്ന് അവർ മുക്തരായിട്ടുണ്ട്. എന്നും രോഗിയാണെന്ന ഭയത്തോടെയാണ് അവർ ഉണരുന്നത്. കാരണം രാവിലെയൊക്കെയാണ് മരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ ആ ഭയത്തോടെ തന്നെയാണ് അവർ ഉണരുന്നത്. എൻ്റെ പേര് വസന്തം, ഞാൻ അക്യുപഞ്ചർ ഹീലറാണ്, യോഗ മാസ്റ്ററാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചാനൽ, ഇത് പുതിയ ചാനലാണ്. അതുകൊണ്ട് കാണുന്നവരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചെറിയൊരു സംഭവം. ആദ്യം നിവർന്നിരുന്നിട്ട് എക്സർസൈസ് കഴുത്തിനുള്ള എക്സർസൈസാണ്. മുഖം സാവധാനം ഇങ്ങനെ വലതുവശത്തേക്ക് തിരിക്കുക. അത് എടുത്തിട്ട് സാവധാനം ഇടതുവശത്തേക്കും തിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു 5 തവണ ചെയ്യുക. പിന്നെ ഇത് മുകളിലേക്ക്, താഴേക്ക്, വീണ്ടും മുകളിലേക്ക്, താഴേക്ക്, അങ്ങനെ ഒരു 5 തവണ ചെയ്യുക. എന്നിട്ട് താടിയിൽ നെഞ്ചും പിടിച്ച് മെല്ലെ ഇങ്ങനെ കറക്കുക. അങ്ങനെ വലതുവശത്തേക്ക് 5 തവണ, തിരിച്ച് ഇടതുവശത്തേക്കും. ഈ 5 എന്ന് പറഞ്ഞത് ഞാൻ ഒരു പരിമിതമായ എണ്ണം പറഞ്ഞതാണ്. കുറച്ച് ഏറ്റവും ലളിതമായ, ഏറ്റവും മിനിമം. ഇത്തിരി കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ സാവധാനമേ ചെയ്താൽ, കാരണം കഴുത്തിൽ ഞരമ്പ് വളരെ ചെറിയ ഞരമ്പുകളാണ്. അതുകൊണ്ട് സാവധാനം മാത്രമേ ചെയ്യാവൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആസനങ്ങളിൽ ഓർത്തിരിക്കാവുന്ന 2 പേരുകളാണ് മാർജരാസനവും മത്സ്യാസനവും. മത്സ്യാസനത്തിൻ്റെ ഏറ്റവും ലഘുവായ രൂപമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഇങ്ങനെ മലർന്ന് കിടക്കുക. കിടന്നിട്ട് നമ്മൾ കൈമുട്ടിന് ബലം കൊടുത്ത് പെടലി പുറകോട്ട് നെഞ്ചുയർത്തി ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ രീതിയിൽ കുറച്ച് സമയം അങ്ങനെ കിടന്നിട്ട് റിലാക്സ് ചെയ്യുക. ഓക്കെ, ഇത് മത്സ്യാസനം. ഇനി മാർജരാസനം എന്ന് പറയുന്നത് ഇങ്ങനെ മാർജാരം, പൂച്ച നിൽക്കുന്ന പോലെ നിൽക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇതിങ്ങനെ മുഖം ഉയർത്തുക. അപ്പോൾ നമ്മുടെ നടുഭാഗം താഴ്ത്തി കൊടുക്കണം. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുഖം കുനിക്കുമ്പോൾ നടുവൊന്ന് ഉയർത്തി കൊടുക്കണം. വേറെ ശരീരഭാഗമൊന്നും അനങ്ങേണ്ടതില്ല. കണ്ടോ? ഇത്രയും ചെയ്തുകൊണ്ട് വളരെ എളുപ്പം. നിങ്ങൾ ഒരു മാസം ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഡോക്ടറെ തന്നെ കണ്ടോളൂ. ഡോക്ടറെ കൊണ്ട് തന്നെ ഇത് അസുഖം മാറി എന്ന് പറയിപ്പിക്കാൻ പറ്റും. ശരി, നന്ദി, നമസ്കാരം. ഫോൺ നമ്പർ 9020256496.